ഹായ് എല്ലാവർക്കും സൈക്കോ സുഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു തുമ്മൽ അവിടെ പോയതാണ്. വന്നില്ല. അപ്പോ ഇന്ന് ഒരു കുട്ടി പാചകമാണേ. ഇന്നത്തെ പാചകം എന്താന്ന് വെച്ചാ എന്താണ് കേട്ടാ ചേട്ടൻ പറ. എന്തിനാണെന്ന് വെച്ചാ മീൻകറി. എങ്ങനെ ഒരു മീൻകറി ഞങ്ങളുടെ രീതിയാണ്, നമ്മുടെ രീതി, നമ്മുടെ ചെറിയൊരു തട്ടിക്കൂട്ട് മീൻകറി. അത് തന്നെ മീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ചൂരയാണ് കേട്ടാ നമ്മൾ കൊണ്ടുവന്നത്. കട്ട് പീസ് ചൂര. അതെ, ഇത് മുഴുവൻ ചൂര അല്ല, ഇത് കട്ട് ചെയ്ത പീസാണ് കേട്ടോ. അപ്പൊ അതിനി കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. നമുക്ക് കുറച്ച് ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് അതിനെ ഒരു കറി വെക്കണം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് വെക്കുന്ന രീതി അതാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഇത് ഫ്രിഡ്ജിൽ അമ്മ വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മൾ പോയതുകൊണ്ട് നമുക്ക് തന്നതാണ്. അതുകൊണ്ട് അമ്മ ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കിതൊന്ന് കഴുകി എടുക്കാം. അതെ, അപ്പൊ നമ്മള് മീനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മീനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മള് ഇതിനകത്തോട്ട് മീൻ ഇട്ട് കൊടുക്കണേ. മീൻ കറി വെക്കാനുള്ള പാത്രത്തിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയ മീനെല്ലാം ഇട്ട് കൊടുത്തു. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ മീൻ ആവശ്യമായിട്ടുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിന് നമുക്ക് ആദ്യം ആവശ്യത്തിനുള്ള തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് എത്രയാണോ ആവശ്യം ഓരോരുത്തരുടെ ആവശ്യത്തിന് അതനുസരിച്ച് നമുക്ക് തേങ്ങ എടുക്കാം. അതെ, അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുഞ്ഞുള്ളി, ചെറിയ ഉള്ളി അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൽ പൊടി ഐറ്റങ്ങൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാമേ. നമുക്കൊരു 2 സ്പൂൺ ഇടാം, കാരണം അത്യാവശ്യം എരിവുണ്ട്. നമ്മൾ പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് ഇത്രയും മതി കേട്ടോ. പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി അതിന്റെ പാതി പൊടി മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഉലുവാപ്പൊടി. മഞ്ഞപ്പൊടി നമ്മൾ ഇത്തിരി ഇടുള്ളൂ, നമ്മൾ കുറച്ചേ ഇടുള്ളൂ. അത് ഒരു നുള്ളു മതി, അത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കരിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാടൻ കരിവേപ്പിലാണ് കേട്ടോ, നമ്മൾ ഇവിടെ തന്നെ ഉള്ളതാണ് കേട്ടോ. അപ്പം അതും കൂടി എടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി എടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാൻ കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ അരപ്പൊക്കെ അരച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇത് അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കാമേ. അപ്പം നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് വെള്ളവും കൂടെ വീത്തി നമുക്കിതിലോട്ട് വീത്താം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിന്റെ സ്പൂൺ മാറിപ്പോയിട്ട് അതാണ് അങ്ങനെ സംശയം വരുന്നത്. ഇനി നമ്മള് പുളിവെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാമേ. പുളിവെള്ളം അരിച്ചെടുക്കണേ. അത് മാറ്റണ്ട, അത് അരിച്ചെടുക്കണം. ഇത് നമ്മുടെ നാടൻ പുളിയാണ് കേട്ടോ. നമ്മുടെ പുളിമാത്രം ഉണ്ടായിരുന്ന നമ്മുടെ നാടൻ പുളിയാണ് കേട്ടോ. ഇതെന്തിനാ പറയണ? കൊടംപുളിയല്ല, എന്തിനാണ്? വാളംപുളി. എന്നാണ് നമ്മളിവിടെ പറയുന്ന പുളി നമ്മൾ എടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീനിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളകും തക്കാളിയും എടുത്തിട്ടുണ്ട്. 2 പച്ചമുളകാണ് ഞങ്ങൾ കീറി എടുത്തത്. 2 പച്ചമുളകും പിന്നെ 1 തക്കാളിയുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതും എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ട് അരപ്പ് എല്ലായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ സ്പൂണിട്ട് നമ്മുടെ മീൻകറി മിക്സ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ മീൻകറിക്ക് ഏത് മീനായാലും അതിന് അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ എപ്പോഴും നിങ്ങൾ ചോദിക്കും പാത്രം എന്തുകൊണ്ടെന്ന്. പാത്രം നമുക്ക് മാറ്റാൻ കേട്ടോ. നമ്മുടെ പാത്രം നമ്മൾ ഉണ്ടായിരുന്ന ചട്ടി 2-3 പൊട്ടിപ്പോയത് കൊണ്ടാണ് കേട്ടോ. നമ്മൾ ഈ സ്ഥലം മാറ്റവും പറക്കി ഒതുക്കൊക്കെ ആയപ്പോൾ നമ്മുടെ ചട്ടികൾ പൊട്ടിപ്പോയത് കൊണ്ടാണ്. അപ്പം നമുക്കത് വാങ്ങിക്കണം അല്ലേട്ടാ. അപ്പൊ ഇതാ നമ്മുടെ ഇനി നമുക്കത് അടുപ്പിൽ വെക്കാം. നമ്മളിത് രാത്രിയാണ് കേട്ടോ മീൻകറി വെക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഗ്യാസിൽ എളുപ്പത്തിന് വേണ്ടി ഗ്യാസിൽ വെക്കുന്നതാണ്. നമുക്ക് തീ എത്തിച്ചു കൊടുക്കാം. ഇനി അത് നല്ല തിളച്ച് വരട്ടെ. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ മീൻകറിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കൂടെ പറ്റണല്ലോ കേട്ടോ ചേട്ടന്. മതിയാ? അപ്പൊ ഇതില് നമ്മുടെ ആവശ്യത്തിനുള്ളതായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത്രയും കറിയായിട്ടിരിക്കട്ടെ. അപ്പൊ ഇതില് ഇതുപോലെ കരിവേപ്പിലയും കൂടെ എടുത്തിട്ട് കേട്ടാ. നമ്മുടെ കുറച്ച് കരിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഓഫ് ചെയ്തിടാമേ. ഓഫ് ചെയ്തിട്ടോ. ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മളെ മീൻകറി. ഇനി അത് അടച്ചു വെക്കാല്ലേ. നമ്മൾ ഇന്നിനി എടുക്കുന്നില്ല, ഈ മീൻകറി നാളെ എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ കൂട്ടുകാർ, ഇപ്പോഴാണ്
ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, മീൻകറി നമ്മളൊന്ന് ഉപ്പും പുളിയൊക്കെ ഉണ്ടാന്ന് നോക്കിയില്ല കേട്ടോ. അപ്പൊ അതൊന്ന് നോക്കി കേട്ടാ ഉണ്ടാന്നു. ഉപ്പും പുളിയൊക്കെ നോക്കണം അല്ലേ? ഉപ്പും പുളി അരിയൊക്കെ ഉണ്ടാന്നു, ഞാനും മറന്നുപോയി. ചൂര മീൻകറി ഉണ്ടാ? കറക്റ്റ്, ഒന്നും അഡീഷണൽ ചേർക്കേണ്ടതില്ല, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മീൻകറി ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ പിന്നെ മറ്റേ ഉണ്ട പച്ചമുളക് ഉണ്ടെങ്കിൽ അതിടും, പിന്നെ മുരിങ്ങ ഉണ്ടെങ്കിൽ അതും കൂടെ ഇടും കേട്ടോ. ചൂര മീൻ വയ്ക്കുമ്പോഴേ മുരിങ്ങയൊക്കെ കൂടെ ആഡ് ചെയ്തെടുത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ നമ്മുടെ ചൂര മീൻകറി ആയിരുന്നു. ഞങ്ങൾ വെക്കുന്ന രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും എടുക്കരുത്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.